ഹലോ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാരും നമ്മുടെ ഗെറ്റ് ടുഗെദർ ആണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും കണ്ടുപിടിക്കുന്നത്. നമ്മളങ്ങനെ റിസോർട്ടൊക്കെ എടുത്ത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഒരു ഈവനിങ് ശേഷം നമ്മളിവിടെ ഫുൾ എൻജോയ് ചെയ്യാൻ പോകണം. നമ്മുടെ ഗെറ്റ് ടുഗെദർ പാർട്ടിയാണിന്ന്. ആരുടെയൊക്കെ കല്യാണമാണ്? ആരുടെ കല്യാണം? ഓക്കെ, വി ഷുഡ് എൻജോയ്. ഓക്കെ, ഒറ്റയ്ക്ക് ഷോ കാണിക്കാൻ വേണ്ടി പൂളിൽ ഇറങ്ങിയേക്കാണ്. ഒതുങ്ങിയിരിക്കുന്ന രണ്ടുപേർ. റുബിൻ തൊപ്പി വെച്ചേക്കുന്നത് സ്റ്റൈലാണോ? നീ ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കല്ലേ മുടി? ആലപ്പുഴയിൽ നിന്ന് ആരതി എത്തിയിട്ടുണ്ട്. കോട്ടയത്തിൽ നിന്ന് ആദിത്യ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കുക്ക് വന്നിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് ജോഷുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് റൂബിനുണ്ട്. ആലുവയിൽ നിന്ന് യേശു ഉണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ബെന്നുണ്ട്. പിന്നെ അങ്കമാലിയിൽ നിന്ന് ആതിരയുണ്ട്. ആരതിയുണ്ട്. ആര്യയുണ്ട്. സുബിൻ ഉടുപ്പാടി വന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവാണ്. ഇതാണ് നമ്മള് പൂൾ റിസോർട്ട്. കോവളത്താണ് നമ്മൾ റിസോർട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. എറണാകുളത്ത് ഇത് സാധനം വന്നിട്ടുണ്ട്. അക്ഷയ് ഷോ കാണിക്കാൻ അക്ഷയ് മാത്രം പാൻറ് വിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയേക്കാണ്. ഇവിടെ ആളുണ്ട്. അക്ഷയ് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് സുബിൻ ഇറങ്ങി. കുറെ പേര് സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യുന്നു. കുറെ പേര് നമ്മൾ കോളേജിൽ പോലും ഇങ്ങനെ പൊതിച്ചോറ് വെച്ച് കഴിച്ചിട്ടില്ല. ദാരിദ്ര്യം മൂലം നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു. എല്ലാരും ജോലിക്കാരാ, പക്ഷെ ഭയങ്കര ദാരിദ്ര്യ. ജോലിക്കാരാ, പക്ഷെ എല്ലാരും അപ്പത്തവന്റെ പാതിർത്തി. എടാ നീ കോളേജ് അർജന്റീനയുടെ ഫുഡല്ലേ കഴിക്കുന്നത്? അക്ഷയ് എങ്ങനെയുണ്ട്? ഇലയിലൂടെ അക്ഷയ് ഇലയിലൂടെ എങ്ങനെയുണ്ട്? എന്തൊക്കെ കറികളാ? പച്ചച്ചോറ് കപ്പയും. രാത്രി നമുക്ക് നോൺ വെജ് ആക്കല്ലേ? ചിക്കൻ ഫ്രൈ. ജോലിയുള്ള വൈഷ്ണവി സ്പോൺസർ ചെയ്താണ് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു റിസോർട്ടിൽ ആണ് താമസം. ഇതൊരു റൂം, വളരെ വിശാലമായ റൂം. നമുക്കൊരു 3 ബെഡ്റൂമുണ്ട്. ഉണ്ടോ? സ്പേസൊക്കെ യൂട്ടിലൈസ് ചെയ്ത് സ്റ്റെപ്പിൻ്റെ അടിയിൽ ഒരു കട്ടിലൊക്കെ വെച്ച്. നമ്മുടെ അടുക്കള. എല്ലാവരും ഉണ്ട്. എല്ലാവരും കുക്കിംഗ് തിരക്കാണ്. ഇത് കട്ടൻ ചായ ആണ്, തെറ്റിദ്ധരിക്കല്. റൂബിൻ കുക്കിങ്ങിലാണോ? എന്താ കുക്ക് ചെയ്യാൻ പോകുന്നത്? ചിക്കൻ ഫ്രൈ. ആദ്യം എണ്ണ ചൂടാക്കി സുബിയുടെ ഉള്ളി അരിയാണ്. പാട്ടൊക്കെ ഇട്ട് നമ്മൾ മൂടാക്കി കുക്കിംഗ് ആണിത്. ഏയ് 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 നമുക്കിവിടെ അതിവിശാലമായ ഒരു പൂൾ ഏരിയ ഉണ്ട് ഇവിടെ. കണ്ടോ? കട്ടൻ ചായ അല്ലേ? കൈ പൊള്ളി.
നമ്മളൊരു വിൻറ്റേജ് പാലിലൊക്കെ ഇട്ട് എല്ലാവരും ഒരുമിച്ച് കമോൺ. ബാക്കിയുള്ളവരൊക്കെ ബീച്ചിൽ പോയതുകൊണ്ടാണ് അവർ നൈറ്റ് പിന്നെ കാണിക്കാം. നമ്മളുടെ കുക്കിംഗ് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ബോയ്സ് കുക്കിംഗ് ആണ് ഇവിടെ. ഒരു ഗേളുണ്ട് കുക്ക് ചെയ്യുമ്പോഴും കുക്കിംഗ് മാനേഴ്സ് കീപ്പ് ചെയ്ത് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കണ്ടോ കണ്ണൊക്കെ എരിയുന്നു ഉള്ളി ഇട്ടിട്ട് ചുമന്ന്. നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരു ചിക്കനൊക്കെ കാണിച്ചില്ല. നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ ചിക്കൻ ഫ്രിഡ്ജ് വെച്ചേക്കുവാണ്. അപ്പോ നമ്മളിപ്പോ കൂടിയേക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കൂടി ആഗസ്റ്റില് നമ്മൾ ഒത്തുകൂടിയുണ്ടായി. അപ്പോ പാസ് ഔട്ട് ആയിട്ടില്ല. നമ്മൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്ന പരിപാടിക്ക് കുറച്ചുപേരുണ്ടായിരുന്നില്ല, കുറച്ചുപേരുണ്ടായിരുന്നു. എല്ലാവരും പാസ് ഔട്ടായി. നമ്മളെല്ലാവരും മുഖ്യമൊക്കെ ജോലിയായി. ചിലവരെ ജോലി സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഒത്തുകൂടി ഒരു ഫണ്ടിനാണ് ഒത്തുകൂടിയത്. ടുഗെദർ ആയിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത്. കുറെ പേർക്ക് വരാൻ പറ്റില്ല, കുറെ പേര് വന്നില്ല. അപ്പോൾ നമ്മുടെ കോളേജില് നമ്മൾ പഠിച്ചിട്ട് 2 വർഷം നമ്മൾ പഠിച്ചു, ഒരുമിച്ച് പഠിച്ചു. നമ്മൾ കുറെ പേര് പാസ്സായി, കുറെ പേര് പാസ്സായില്ല. പക്ഷെ നമ്മള് സീരിയസ് നമ്മുടെ കൂട്ടത്തില് 3 പേർക്ക് റാങ്ക് കിട്ടുകയുണ്ടായി. ഒരു സന്തോഷം കോളേജിന്റെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു 3 റാങ്ക്. 3 വരെ കിട്ടിയിട്ടില്ല. കോളേജായിട്ട് ഇതുവരെ ഒന്നും തന്നിട്ടില്ല നമുക്ക്. പക്ഷെ അതുകൊണ്ട് നമ്മളൊരു കുറച്ച് പേര്, ആരും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഒരു വലിയ സമ്മാനമൊന്നുമില്ല, ചെറിയൊരു സമ്മാനം. 3 പേർക്ക് കിട്ടി, ഒരാൾ വന്നിട്ടില്ല. അപ്പൊ ആ റാങ്ക് കിട്ടിയ 2 പേരെ ഇവിടെ ക്ഷണിക്കുന്നു. 3-ാം റാങ്കും 4-ാം റാങ്കും അല്ലേ? ഇത് വൈഷ്ണവി എം ആർ. നമ്മളെ ഇവരെ ഒന്ന് ആദരിക്കുകയാണ്. നമ്മുടെ കോളേജോ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. തെച്ചുപടി ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. നമ്മളിവരെ ആദരിക്കുകയാണ്. നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ നമ്മളിവിടെ ആദരിക്കുകയാണ്. ചെറിയത് നിങ്ങൾ വിചാരിക്കും വലുതായിട്ട് എന്തെങ്കിലും ആയിരിക്കും, ചെറുതായിട്ടൊരു സമ്മാനം. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഏറ്റവും മുതിർന്ന ഒരാളുണ്ട് നമ്മുടെ കൂടെ, അലൻ ജെയിംസിനെ വിളിക്കുന്നു. കൊണ്ട് നമ്മളൊരു ടവല് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ടവലും കൂടെ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? കോളേജിനെ പറ്റി പറയാം, നമ്മുടെ ക്ലാസിനെ പറ്റി പറയാം. ആദ്യം ഒരാൾ പറയൂ, എന്നിട്ട് പറയൂ വൈഷ്ണവി. സന്തോഷം തോന്നി, നല്ല സ്കോറൊക്കെ കിട്ടിയപ്പോൾ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം സന്തോഷം തന്നെ തോന്നി. പിന്നെ അതുപോലെ ജോലിയൊക്കെ എല്ലാവരും ഒരു സ്ട്രൈക്കിംഗ് സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും. ഇതിനു മുമ്പ് റാങ്ക് കിട്ടിയിട്ടുണ്ടോ? റാങ്ക് കിട്ടിയിട്ടില്ല. സ്കൂൾസിൽ അപ്പോ നമ്മള് കോളേജിൽ നിന്ന് നമുക്കൊരു കോളേജ് നമുക്കൊരു അംഗീകാരം കിട്ടാത്തതിൽ എന്ത് വിഷമമുണ്ടോ?
വിഷമമുണ്ട്. അവര് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിശ്വാസമല്ലേ ഇനി ആരെങ്കിലും എന്തെങ്കിലും താങ്ക് യു. കോളേജിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കില്ല. കോളേജിനെ പറ്റി എന്താ പറയുക, കോളേജ് വൈബായിരുന്നു. നമ്മളൊരു ഗംഗ വൈബായിരുന്നു. നമ്മൾ കുറെ ഒരു തൊപ്പി വെക്കാനും ഒരു കോട്ടിടാനും ഭയങ്കരമായിട്ട് കൊതിച്ചു. ആരും തന്നിടാം. ഇപ്പൊ കിട്ടിയപ്പോ ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഗീതു പറയാനുള്ളത്. പക്ഷേ കോളേജ് നിങ്ങളെ ഇപ്പോഴെങ്കിലും ആലോചിക്കണം. കോളേജിൽ അത്രയും 2 വർഷം നമ്മൾ പഠിച്ചു, 3 പേര് റാങ്ക് വാങ്ങി, ആർക്കും ഇതുവരെ ഒന്നും കൊടുത്തില്ല. ഗ്രാജുവേഷൻ സെറമണി പോട്ടെ, പക്ഷെ റാങ്ക് കിട്ടിയവർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഒരു മുട്ടായെങ്കിലും കൊടുക്കണം, അതുപോലെ കൊടുത്തില്ല. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണ്. സമയം 11:30 നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും കാണിച്ചു തരാം. ഇതാണ് നമ്മൾ താമസിച്ച വീട്. സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ ഫോട്ടോയാണ്. നമ്മളെ ഇതും കൂട്ടാതെ ഒരു ഫോട്ടോ എടുക്കുക. പിക്ക് അടുപ്പിക്കുക നമ്മുടെ ഗൈസ്, നമ്മുടെ ട്രിപ്പ് മനം എങ്കോ പോകുതേ ടാറ്റ പറയൂ.